നമസ്കാരം. അക്ഷരം വീക്കിലി അപ്ഡേറ്റ്സിൻ്റെ പുതിയ പതിപ്പിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ കഴിഞ്ഞ ജൂലൈ 7-ാം തീയതി മുതൽ 13-ാം തീയതി വരെ നടന്ന പ്രധാന സംഭവങ്ങളാണ് നമ്മൾ ഇന്ന് പരാമർശിക്കുന്നത്. ആദ്യം ഫ്രാൻസിൽ നടന്ന ഇലക്ഷനിലേക്ക് വരാം. ഈ കഴിഞ്ഞ ജൂലൈ 7-ാം തീയതിയാണ് ഫ്രാൻസിൽ ഇലക്ഷൻ നടന്നത്. അതിൻ്റെ ഫലം വന്നപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇടതുപക്ഷ പാർട്ടികളുടെ സഖ്യകക്ഷിയായിട്ടുള്ള ന്യൂ പോപ്പുലർ ഫ്രണ്ട് ഏറ്റവും വലിയ പാർട്ടിയായിട്ട് അല്ലെങ്കിൽ ഏറ്റവും വലിയ സഖ്യമായിട്ട് മാറി. ഏകദേശം 182ഓളം സീറ്റുകളാണ് 577 അംഗങ്ങളുടെ ശക്തിയുള്ള ഫ്രാൻസിൻ്റെ അധോസഭയിൽ ഈ ഇടതുപക്ഷ സഖ്യം നേടിയത്. രണ്ടാമതെത്തിയത് നിലവിലെ പ്രസിഡൻ്റായിട്ടുള്ള ഇമാനുവൽ മാക്രോണിൻ്റെ പാർട്ടിയായിട്ടുള്ള സെൻട്രിസ്റ്റുകളുടെ എൻസംബ്ലെ സഖ്യകക്ഷികൾ രണ്ടാമതെത്തിയപ്പോൾ ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് വിജയിക്കുമെന്ന് എല്ലാവരും എക്സിറ്റ് പോളുകൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഒന്നാമത്തെ റൗണ്ടിൽ ഒന്നാം സ്ഥാനത്തെത്തിയ മാരീൻ ലെ പെന്നിൻ്റെ തീവ്ര വലതുപക്ഷ പാർട്ടിയായിട്ടുള്ള റാലി നാഷണൽ 148 സീറ്റുകളോടുകൂടി 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. വളരെ പ്രധാനപ്പെട്ട ഒരു ഇലക്ഷനായിരുന്നു ഇത്. ഫ്രാൻസിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വിച്ചി ഗവൺമെൻറ്റിന് ശേഷം ആദ്യമായിട്ട് ഒരു തീവ്ര വലതുപക്ഷ കക്ഷി അധികാരത്തിലെത്തുമെന്നുമുള്ള ഒരു ഭയം ലോകമെമ്പാടും വ്യാപിച്ചിരുന്നു. അപ്പോൾ ഇതിനെ ചെറുക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ കഴിഞ്ഞ ജൂണിലാണ് ഇടതുപക്ഷ കക്ഷികൾ, ഇതിൽ പല പാർട്ടികളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി ജീൻ ലൂക്ക് മെലൻജിയോണിൻ്റെ LFI ഫ്രാൻസ് അൺബൗണ്ട് എന്ന പാർട്ടിയാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്, പരമ്പരാഗത സോഷ്യലിസ്റ്റ് പാർട്ടിയുണ്ട്, എക്കോളജി പാർട്ടി എന്ന് പറഞ്ഞ് പാരിസ്ഥിതിക വാദം ഉന്നയിക്കുന്ന ഒരു പാർട്ടിയുണ്ട്. അങ്ങനെ ഇതുകൂടാതെ മറ്റനേകം ചെറിയ ഇടതുപക്ഷ കക്ഷികളുടെ കൂട്ടായ്മയായിരുന്നു ന്യൂ പോപ്പുലർ ഫ്രണ്ട്. ഇത് ശരിക്കും 1930കളിൽ അന്നത്തെ സോഷ്യലിസ്റ്റ് പ്രധാനമന്ത്രിയായിരുന്നു ലിയോൺ ബ്ലൂമിൻ്റെ നേതൃത്വത്തിൽ അന്ന് ഫാസിസത്തെ അന്ന് ഫ്രാൻസിലും അന്ന് യൂറോപ്പിലെമ്പാടും അലയടിച്ച, ജർമ്മനിയിൽ ഒക്കെ അലയടിച്ച ആ ഒരു ഫാസിസ്റ്റ് വേവിനെ തടുക്കുവാൻ വേണ്ടി പോപ്പുലർ ഫ്രണ്ട് എന്നൊരു സഖ്യം അന്നത്തെ ഫ്രഞ്ച് പ്രധാനമന്ത്രിയായിരുന്നു ലിയോൺ ബ്ലൂമിൻ്റെ നേതൃത്വത്തിൽ 1936 പരീക്ഷിച്ചിരുന്നു. അതിൻ്റെ ഒരു പുതിയ അവതാരമായിട്ടാണ് ജീൻ ലൂക്ക് മെലൻജിയോണൊക്കെ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. എന്നാലും ഈ ഇലക്ഷനിൽ ഒരു പാർട്ടിക്കും 289 സീറ്റ് വേണം ഒരു ഗവൺമെൻറ് രൂപവത്കരിക്കാൻ. അതിനുതകുന്ന തരത്തിലുള്ള ഒരു ഭൂരിപക്ഷം ഒരു കക്ഷിക്കും ലഭിച്ചിട്ടില്ല. അപ്പോൾ ഫ്രാൻസ്, നമുക്കറിയാം ഒളിമ്പിക്സ് തുടങ്ങാൻ പോവാണ് 2 ആഴ്ചക്കകം. അപ്പോൾ ഫ്രാൻസ് ഒരു തരത്തിലുള്ള ഒരു അനിശ്ചിതത്വത്തിലേക്ക്, രാഷ്ട്രീയപരമായിട്ടുള്ളൊരു ഭാവി ഒരു ഇരുട്ടിലായിരിക്കുകയാണ് ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഗവൺമെൻറ് രൂപീകരണമൊക്കെ വലിയ കീറാമുട്ടിയാണ് ഇനി ഇത്തരമൊരു അവസ്ഥയിൽ. ഇപ്പോൾ നിലവിൽ ഇമാനുവൽ മാക്രോൺ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ പ്രസിഡൻ്റായിരുന്നിട്ടുള്ള ഗബ്രിയേൽ അറ്റാളിനോട്, അദ്ദേഹം എൻസംബിൾ പാർട്ടിയുടെ മാക്രോണിൻ്റെ പാർട്ടിയുടെ നേതാവാണ്, അദ്ദേഹത്തിനോട് തുടരാനാണ് മാക്രോൺ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി ഫ്രാൻസ് അങ്ങോട്ടാണ് പോയിരുന്നത്. പ്രത്യേകിച്ച് ഒളിമ്പിക്സ് ഒക്കെ അടുത്ത് വന്നിരിക്കുന്ന ഈ ഒരു സമയത്ത് ഫ്രാൻസിൽ ഈ ഒരു അനിശ്ചിതത്വം എങ്ങനെയാണ് ഫ്രഞ്ച് രാഷ്ട്രീയത്തെയും അതുപോലെ തന്നെ ഇനി വരുന്ന ഒളിമ്പിക്സിനെയും ഒക്കെ ബാധിക്കുന്നത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, അമേരിക്കൻ രാഷ്ട്രീയത്തെ ആകമാനം പിടിച്ചുലച്ചുകൊണ്ടാണ് ജൂലൈ 13-ാം തീയതി അമേരിക്കൻ റിപ്പബ്ലിക്കൻ പ്രസിഡൻഷ്യൽ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിനെതിരെ അമേരിക്കയിൽ പെൻസിൽവാനിയയിൽ വെച്ച് നടന്ന വധശ്രമം. പെൻസിൽവാനിയയിൽ അദ്ദേഹത്തിൻ്റെ പ്രചാരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു റാലിയെ, ഒരു ഓപ്പൺ ഗ്രൗണ്ടിൽ റാലിയെ അഭിസംബോധന ചെയ്യുന്നതിനിടയിലാണ് കൊലയാളിയുടെ വെടിയുണ്ട അദ്ദേഹത്തിൻ്റെ വലത്തെ ചെവിയിൽ തുളച്ചു കയറുകയും അദ്ദേഹത്തിന് ചെറിയ രീതിയിൽ പരിക്ക് പറ്റുകയും ചെയ്തു. എന്നാൽ ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ സുരക്ഷാ വലയത്തിലുള്ള ഗാർഡുകൾ അദ്ദേഹത്തിന് പൊതിയുകയും ആ വേദിയിൽ നിന്നും അദ്ദേഹത്തിനെ മാറ്റുകയും ചെയ്തു. അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. 20 വയസ്സുള്ള ഒരു പെൻസിൽവാനിയ നിവാസി തന്നെയാണ് ഈ വധശ്രമത്തിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത്. ഇത് ഇനി അമേരിക്കൻ രാഷ്ട്രീയത്തിൽ എന്തൊക്കെ ഫലങ്ങൾ ഉണ്ടാക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പ്രത്യേകിച്ച് ഇപ്പോൾ ബൈഡൻ്റെ പ്രായത്തെ സംബന്ധിച്ചും, പ്രത്യേകിച്ച് ബൈഡനും ട്രംപും തമ്മിൽ നടന്ന ആദ്യത്തെ ഡിബേറ്റിൽ ബൈഡൻ്റെ പെർഫോമൻസ് വളരെ പരിതാപകരമാണ്. അതുകൊണ്ടിപ്പം ബൈഡൻ പിന്മാറണമെന്നൊക്കെ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ തന്നെ അഭിപ്രായം ഉയരുന്നുണ്ട്. നിലവിലെ പല റേറ്റിങ്ങുകളിലും ട്രംപ് മുമ്പിലാണ്. അപ്പം ഈ ഒരു സംഭവ വികാസങ്ങൾ എങ്ങനെ ഉരുത്തിരിഞ്ഞു വരും, അതിന് നവംബറിൽ നടക്കാൻ പോകുന്ന അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷനെ ഏത് രീതിയിലായിരിക്കും ബാധിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ആഴ്ച സംഭവിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു നാറ്റോയുടെ സമ്മിറ്റ്. അതിൻ്റെ 75-ാമത്തെ സ്ഥാപനത്തിൻ്റെ 75-ാമത്തെ വാർഷികവുമായിട്ട് ബന്ധപ്പെട്ട് വാഷിങ്ടൺ DC-യിലാണ് ഈ ചടങ്ങ് നടന്നത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു വേദിയായിരുന്നു. അവിടെ വെച്ച് പ്രത്യേകിച്ച് യുക്രൈൻ യുദ്ധമാണ്. ഇപ്പോൾ റഷ്യയിൽ യുക്രൈൻ നടത്തുന്ന ആക്രമണം, അതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അതിൽ യുക്രൈന് കൂടുതൽ സഹായങ്ങൾ നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ കാര്യമായി
വിജയമായിട്ട് നടന്നു. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മീറ്റിങ്ങിലുണ്ടായത് ചൈനയ്ക്കെതിരായിട്ടുള്ള അസാധാരണ രീതിയിലുള്ള വിമർശനമായിരുന്നു. ഇപ്പോൾ റഷ്യയെ ഈ ആക്രമണം നടത്തുന്നതിൽ പലപ്പോഴും സഹായിക്കുന്നത് ചൈനയാണെന്നും ആയുധങ്ങളും മറ്റ് സാധന സാമഗ്രികളും നൽകി റഷ്യയെ സഹായിക്കുന്നതിൽ ചൈന പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ടെന്നും ആസ് ആൻ എനാബ്ലർ ഓഫ് റഷ്യ എന്ന പദമാണ് അതിൽ ഉപയോഗിച്ചത്. അപ്പോൾ ആ രീതിയിൽ ചൈനയ്ക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള വിമർശനം ഈ നാറ്റോ സമ്മിറ്റിൽ ഉയർന്നു വരികയുണ്ടായി. അതുപോലെ ഇതിനോടനുബന്ധിച്ച് നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയുടെ റഷ്യ സന്ദർശനമായിരുന്നു. ഏകദേശം ഒരേ സമയത്താണ് ഇത് പാരലായിട്ട് സംഭവിച്ചത്. യുക്രൈൻ യുദ്ധത്തിന് ശേഷം 2022 ഫെബ്രുവരിയിൽ യുക്രൈൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് മോഡിയും പുടിനും തമ്മിൽ നേരിട്ടൊരു കൂടിക്കാഴ്ച നടക്കുന്നത്. ഇത് 22ാമത് നേതൃതലത്തിലുള്ള സമ്മിറ്റായിരുന്നു. അത് ലോകരാഷ്ട്രങ്ങളെല്ലാം പ്രത്യേകം ഉറ്റുനോക്കിയിരുന്നു. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ നാറ്റോ സമ്മിറ്റ് ഒരു ഭാഗത്ത് നടക്കുകയാണ്. അപ്പോൾ റഷ്യയെ പരമാവധി ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. പക്ഷേ ആ സമയത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ നേതാവ് അവിടെ എത്തി പുടിനുമായിട്ട് സംസാരിക്കുന്നതും ഒക്കെ. അപ്പോൾ അത് ഇതിൽ ശക്തമായ വിമർശനം പ്രത്യേകിച്ച് ഉക്രൈൻ പ്രസിഡൻ്റായിട്ടുള്ള വ്ളാഡിമിർ സെലൻസ്കിയുടെ ഭാഗത്തു നിന്നുണ്ടായി, അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ ഇന്ത്യൻ സർക്കാർ ഇതിനെയൊക്കെ തള്ളിക്കളയുകയാണ് ഉണ്ടായത്. റഷ്യയുമായിട്ടുള്ള പരമ്പരാഗതമായ ബന്ധത്തിൻ്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിലാണ് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് ഇതിനെ വ്യാഖ്യാനിച്ചത്. പല പ്രധാനപ്പെട്ട തീരുമാനങ്ങളും ഈ സമ്മേളനത്തിൽ മോഡി പുടിൻ കൂടിക്കാഴ്ചയിലുണ്ടായി. നമുക്കറിയാം യുക്രൈൻ യുദ്ധത്തിന് ശേഷം ഇന്ത്യയും റഷ്യയുമായിട്ടുള്ള വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാവുകയാണ്. പ്രത്യേകിച്ച് റഷ്യയിൽ നിന്നും ഇന്ത്യ ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് വളരെ ഗണ്യമായിട്ട് വർദ്ധിപ്പിക്കുകയുണ്ടായി. അപ്പം ഈ ബന്ധം ഇനി കൂടുതൽ ശക്തമാക്കുവാനും ഈ ഉഭയകക്ഷി വ്യാപാരം $100 ബില്യൺ എത്തിക്കുക എന്നൊരു തീരുമാനവും രണ്ട് നേതാക്കളും എടുത്തു. മറ്റൊരു തീരുമാനം പേയ്മെൻറ്റ് മെക്കാനിസവുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം പടിഞ്ഞാറൻ രാജ്യങ്ങൾ ശക്തമായിട്ടുള്ള സാങ്ഷൻ മെക്കാനിസം റഷ്യക്കെതിരെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്വിഫ്റ്റ് ബാങ്കും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം. അപ്പം ഈ വ്യാപാരത്തിലുള്ള ഒരു പേയ്മെൻ്റ് ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇതിനെ മറികടക്കാൻ വേണ്ടി ഒരു പേയ്മെൻറ്റ് മെക്കാനിസം, അത് റൂബിളിനെയും ഇന്ത്യൻ രൂപയെയും അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു പേയ്മെൻറ്റ് മെക്കാനിസം രൂപവത്കരിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ശക്തമായിട്ട് പുരോഗമിച്ചു. അതുപോലെ തന്നെ വ്ളാഡിവോസ്റ്റോക്ക് ചൈന മാരിടൈം കോറിഡോർ, അത് സംബന്ധിച്ചുമുള്ള പല ധാരണകളും ഈ മീറ്റിങ്ങിലുണ്ടായി. അത് ബ്രോഡറായിട്ടുള്ള നോർത്ത് വെസ്റ്റ് ട്രേഡ് കോറിഡോറിൻ്റെ ഭാഗമാണ്. റഷ്യയുടെ ആസ്ഥാനയിൽ നിന്നും ടെഹ്റാനിലൂടെ ഇന്ത്യയിലേക്ക് കണക്ട് ചെയ്യുന്നൊരു വലിയ പദ്ധതിയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം ശക്തമായിട്ടുള്ള ചർച്ചകളൊക്കെ നടന്നു. അപ്പം ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു സമദൂര നിലപാടാണ് പടിഞ്ഞാറൻ രാജ്യങ്ങളോടും റഷ്യയോടും ഒക്കെ പുലർത്തുന്നത്. ഇന്ത്യ നമ്മളതിനെ സ്ട്രാറ്റജിക് ഓട്ടോണമി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനി എങ്ങനെയാണ് പോകുന്നത്, ഇപ്പം ഇന്ത്യ ഇനി എങ്ങനെയാണ് പടിഞ്ഞാറൻ രാജ്യങ്ങളും റഷ്യയുമായിട്ടുള്ള ബന്ധങ്ങളെ ബാലൻസ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണും. അതുപോലെ തന്നെ റഷ്യയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നേരെ ഓസ്ട്രിയയിലേക്കാണ് പോയത്. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഇതിനോടനുബന്ധിച്ചുണ്ടായത് മോഡി റഷ്യ സന്ദർശിക്കുന്ന വേളയിലാണ് റഷ്യയുടെ ശക്തമായ ആക്രമണം യുക്രൈൻ തലസ്ഥാനമായിട്ടുള്ള കീവിലുണ്ടാകുകയും അവിടെ കുട്ടികളുടെ ആശുപത്രിയിൽ ആക്രമണം ഉണ്ടാക്കി 40-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇതിലുള്ള ദുഃഖം ഓസ്ട്രിയയിലെ വിയന്നയിൽ വെച്ച് പറയുകയും ഒരു വളരെ മൈൽഡായിട്ടുള്ളൊരു വിമർശനം റഷ്യക്ക് എതിരെ പറയുകയോ ഒക്കെ ഉണ്ടായി. അതുപോലെ തന്നെ 41 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിക്കുന്നത്. നമുക്കറിയാം ഓസ്ട്രിയയും ഇന്ത്യയും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണുള്ളത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഓസ്ട്രിയ ഒരു പരമാധികാര രാഷ്ട്രമായിട്ട് മാറുന്നതിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നിട്ടുള്ള ജവഹർലാൽ നെഹ്റു വലിയ പങ്കാണ് വഹിച്ചത്. പ്രത്യേകിച്ച് UN-ലൊക്കെ ഓസ്ട്രിയയെ ഒരു പരമാധികാര രാഷ്ട്രമാക്കണമെന്നുള്ള കാര്യത്തിൽ ശക്തമായ നിലപാടാണ് ജവഹർലാൽ നെഹ്റു എടുത്തത്. ആ കാര്യങ്ങളൊക്കെ ഇന്ന് ആ ഒരു മീറ്റിങ്ങിൻ്റെ സമയത്ത് ഓസ്ട്രിയൻ ചാൻസലറായിട്ടുള്ള വില്യം നെഹാമർ പരാമർശിക്കുകയും നന്ദി രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. ഇനി നമുക്ക് ദേശീയ തലത്തിലേക്ക് വരാം. ദേശീയ തലത്തിൽ ഒരുപാട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്ന ആഴ്ചയാണ് കടന്നുപോയത്. പ്രത്യേകിച്ച് സുപ്രീം കോടതിയുടെ വിവാഹമോചിതരായിട്ടുള്ള മുസ്ലിം സ്ത്രീകളുടെ മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ട്, ജീവനാംശവുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട ഒരു വിധി കഴിഞ്ഞ ആഴ്ച പുറത്തു വന്നു. ആ വിധിയിൽ സുപ്രീം കോടതി പറഞ്ഞത് CRPCയുടെ സെക്ഷൻ 125 അനുസരിച്ച്
വിവാഹമോചനത്തിന് ശേഷം വിവാഹമോചനത്തിന് ശേഷം ഇദാ പീരീഡ് 3 മാസമാണ്. അതിനുശേഷവും മുൻഭർത്താവിൽ നിന്നും ജീവനാംശത്തിനുള്ള അവകാശം വിവാഹമോചിതരായിട്ടുള്ള മുസ്ലിം സ്ത്രീകൾക്കുണ്ട് എന്ന് വളരെ നിർണായകമായിട്ടുള്ളൊരു വിധി പ്രസ്താവം സുപ്രീം കോടതിയുടെ 2-അംഗ ബെഞ്ച് നടത്തുകയുണ്ടായി. ഇതിന് ചരിത്രപരമായിട്ട് വളരെ പ്രാധാന്യമാണുള്ളത്. ഇതിൻ്റെ ഒരു തുടക്കം 1985 ഷാബാനോ ബീഗം കേസിലൂടെയാണ്. ആ കേസിൽ വിവാഹമോചിതരായിട്ടുള്ള മുസ്ലിം സ്ത്രീകളുടെ ജീവനാംശത്തിന് അർഹതയുണ്ട് എന്ന് സുപ്രീം കോടതിയുടെ വിധി മറികടക്കുവാനായിട്ട് 1986 മുസ്ലിം വുമൺ മാരേജ് റൈറ്റ്സ് ആക്ട് അന്നത്തെ രാജീവ് ഗാന്ധി സർക്കാർ നടപ്പിലാക്കിയുണ്ട്. എന്നൊക്കെ ഒരുപാട് പ്രതിഷേധങ്ങളൊക്കെ അതിനനുകൂലമായിട്ടും എതിരായിട്ടും ഒക്കെ ഉണ്ടാവുകയുണ്ടായി. അതിനുശേഷം 2001 അബ്ദുൾ ലത്തീഫ് വിധിയിലൂടെ സുപ്രീം കോടതി 1986 ഈ നിയമനിർമ്മാണത്തിന് സാധുത നൽകുന്നതിനോടൊപ്പം തന്നെ മുസ്ലിം സ്ത്രീകൾക്ക് ജീവനാംശത്തിനുള്ളൊരു സാധ്യതയും ആ വിധിയിൽ തുറന്നിട്ടിരുന്നു. പക്ഷെ അതിൻ്റെ വ്യക്തതയില്ലായിരുന്നു. അതുകൊണ്ട് പല ഹൈക്കോടതികളും പല രീതിയിലാണ് അതിന്മേൽ വ്യാഖ്യാനം ഉണ്ടായത്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ കേസ് അത് തെലങ്കാന ഹൈക്കോടതിയിൽ നിന്നാണ് വരുന്നത്. തെലങ്കാന ഹൈക്കോടതി ഈ പറയുന്നത് പോലെ 10,000 രൂപ ജീവനാംശം മുൻ ഭാര്യയ്ക്ക് നൽകുവാനായിട്ട് ഒരാളോട് ഒരു വിധി പ്രഖ്യാപിക്കുകയും അതിനെതിരെ അയാൾ സുപ്രീം കോടതിയിൽ പോവുകയും ചെയ്യപ്പോഴാണ് സുപ്രീം കോടതി ഈ വിധി നൽകുന്നത്. വളരെ നിർണായകമായിട്ടുള്ള ഇന്ത്യൻ ലീഗൽ ഹിസ്റ്ററിയിൽ തന്നെ വഴിത്തിരിവായിട്ടുള്ള വളരെ നിർണായകമായിട്ടുള്ളൊരു വിധി പ്രസ്താവമായിട്ട് നമുക്കിതിനെ കരുതാം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം ഇന്ത്യൻ സർക്കാർ എടുക്കുകയുണ്ടായി. അതിനെ വേണമെങ്കിൽ നമുക്ക് രാഷ്ട്രീയപരമെന്നൊക്കെ വ്യാഖ്യാനിക്കാം. ഇനി മുതൽ എല്ലാ വർഷവും ജൂൺ 25 നമുക്കറിയാം അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപിച്ച ദിവസമാണ്. 1975 ജൂൺ 25 ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അടിയന്തരാവസ്ഥയുടെ ഓർമ്മയ്ക്കായിട്ട് എല്ലാ വർഷവും ജൂൺ 25 സംവിധാൻ ഹത്യാ ദിവസ്, നമുക്കതിനെ വേണമെങ്കിൽ ഇംഗ്ലീഷിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അസാസിനേഷൻ്റെ എന്നൊക്കെ വിശേഷിപ്പിക്കാം. അങ്ങനെ ആചരിക്കാൻ ഇന്ത്യൻ സർക്കാർ തീരുമാനിക്കുന്നുണ്ട്. ഇതിനെതിരായിട്ട് പല വിമർശനങ്ങളും അനുകൂലമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. മറ്റൊരു വളരെ ദുഃഖകരമായിട്ടുള്ളൊരു സംഭവം കഴിഞ്ഞ ആഴ്ച ഉണ്ടായത് സമീപകാലങ്ങളിൽ നടന്ന സംഭവങ്ങളുടെ ഒരു തുടർച്ചയായിട്ടാണ് ജമ്മുവിൽ നടക്കുന്ന ഭീകരവാദാക്രമണങ്ങൾ. ജമ്മുവിൽ 8-ാം തീയതി ഉണ്ടായിട്ടുള്ള ഭീകരവാദാക്രമണത്തിൽ 6 ജവാന്മാർ വീരമൃത്യു വരികയുണ്ടായി. 6 പേർക്കോളം ഗുരുതരമായിട്ട് പരിക്കേൽക്കുകയും ഉണ്ടായി. ഇത് ജൂൺ മാസം തുടങ്ങിയതിനു ശേഷം ഉണ്ടായിട്ടുള്ള 8-ാമത്തെയോ 9-ാമത്തെയോ ആക്രമണമാണത്. തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾ, പ്രത്യേകിച്ച് പീർ പാഞ്ചാൽ ഏരിയയിലും കത്വ ഏരിയയിലുമൊക്കെ ആയിട്ട് വളരെ ശക്തമായിട്ടുള്ള തീവ്രവാദ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ഓരോ ദിവസവും തന്നെ എല്ലാ ദിവസവും തന്നെ ഭീകരവാദികളും പട്ടാളവും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ, അതുപോലെ തന്നെ BSF ജവാന്മാരുമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയുമുണ്ടായി. വളരെ ആശങ്കാജനകമായിട്ടുള്ളൊരു കാര്യമാണ് ഈ രീതിയിൽ മിലിറ്റൻസി, പ്രത്യേകിച്ച് ഇപ്പം കാശ്മീർ താഴ്വരയിൽ നിന്ന് മാറി ജമ്മുവിലേക്ക് മിലിറ്റൻസി കൂടുതൽ ശക്തമാകുന്നതിൻ്റെ സൂചനകൾ ഇപ്പോൾ കാണുന്നുണ്ട്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ടത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ വിഴിഞ്ഞം തുറമുഖം അതിൻ്റെ ട്രയൽ റൺ നടക്കുകയും ഒരു മദർഷിപ്പ് ആദ്യമായിട്ട് അവിടെ എത്തുകയും ചെയ്യുകയുണ്ടായി. ഇപ്പം ചൈനയിൽ നിന്നുള്ള മേഴ്സ് കമ്പനിയുടെ സാൻ ഫെർണാൻഡോ എന്ന കപ്പലാണ്, മദർഷിപ്പാണ് വിഴിഞ്ഞത്ത് അടുത്തത്. അപ്പോൾ ഇത് 2016 വിഴിഞ്ഞം പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. അദാനി പോർട്ട്സ് ലിമിറ്റഡാണ് ഇതിൻ്റെ സംസ്ഥാന സർക്കാരിനോടൊപ്പം ഇതിൻ്റെ പങ്കാളിയായിട്ടുള്ളത്. ഇത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ആഴക്കടൽ ട്രാൻസ്ഷിപ്മെൻറ്റ് കണ്ടെയ്നർ പോർട്ടാണ്. അപ്പോൾ അതിന് പ്രകൃതിദത്തമായിട്ട് ഉള്ള വിഴിഞ്ഞത്തിനുള്ള അനുകൂല സാഹചര്യത്തെ അതൊരു വിഴിഞ്ഞത്തെ മുതലെടുത്തുകൊണ്ട് അതിനൊരു വ്യാവസായിക ഷിപ്പിങ്ങിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായിട്ട് മാറ്റാനുള്ളൊരു ശ്രമമാണ്. ഇപ്പോൾ നിലവിൽ നമുക്കറിയാം സിംഗപ്പൂരും കൊളംബോയും ഒക്കെ ഈ ഒരു ഏരിയയിലെ പ്രധാനപ്പെട്ട ട്രാൻസ്ഷിപ്മെൻറ്റ് കണ്ടെയ്നർ പോർട്ടുകളാണ്. ആ ഒരു സ്ഥാനത്തേക്ക് വിഴിഞ്ഞവും എത്തിപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം നമുക്കറിയാം ഒളിമ്പിക്സ് അടുത്ത് വരികയാണ്. ജൂലൈ 26-ാം തീയതി ഒളിമ്പിക്സ് തുടങ്ങും. അതിൽ ഒളിമ്പിക്സിൽ ഇന്ത്യ 100-ലധികം ഇന്ത്യൻ അത്ലറ്റുകൾ അതിൽ പങ്കുചേരുന്നുണ്ട്. അതിൽ ചീഫ് ഡി മിഷൻ എന്ന് പറയുന്നൊരു പദവിയുണ്ട്. അത് ഇന്ത്യൻ അത്ലറ്റുകളുടെ അവരുടെ ക്ഷേമകാര്യങ്ങളും അവരുടെ അവസ്ഥ എന്താണെന്നൊക്കെ മനസ്സിലാക്കി അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ നൽകുക എന്നുള്ളതാണ് ഈ ചീഫ് ഡി മിഷൻ എന്ന സ്ഥാനത്തിൻ്റെ ഒരു കർത്തവ്യം. ഈ ചീഫ് ഡി മിഷൻ സ്ഥാനത്തേക്ക് ഗഗൻ നാരംഗിനെ ഇന്ത്യൻ സർക്കാർ നിയമിക്കുകയുണ്ടായി.
അതുപോലെ ഒളിമ്പിക്സിലെ ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ചുള്ള റാലിയിൽ ഇന്ത്യയുടെ പതാകവാഹകരായിട്ട് പുരുഷന്മാരുടെ ഭാഗത്തുനിന്നും ടേബിൾ ടെന്നീസ് ഇതിഹാസം ശരത് കമലും അതുപോലെ വനിതാ അത്ലറ്റുകളെ പ്രതിനിധീകരിച്ച് ബാഡ്മിൻ്റൺ ഇതിഹാസം 2 തവണ ഇന്ത്യക്ക് ഒളിമ്പിക് മെഡൽ സമ്മാനിച്ച PV സിന്ധുവുമായിരിക്കും ഇന്ത്യയുടെ പതാകവാഹകരായിട്ട് ഉദ്ഘാടന ചടങ്ങിൽ അണിനിരക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയാണ് ഇന്ത്യയുടെ ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ കോച്ചിനെ ഗൗതം ഗംഭീറിനെ പുതിയ കോച്ചായിട്ട് പ്രഖ്യാപിച്ചത്. നമുക്കറിയാം ഇന്ത്യൻ ക്രിക്കറ്റ് വലിയ വിജയത്തിൻ്റെ നെറുകയിലാണ്. വെസ്റ്റ് ഇൻഡീസിൽ നടന്ന T20 വേൾഡ് കപ്പിൽ ഇന്ത്യ വിജയത്തിലേക്ക് കുതിച്ചു. രാഹുൽ ദ്രാവിഡായിരുന്നു കുറച്ച് വർഷങ്ങളായിട്ട് രാഹുൽ ദ്രാവിഡായിരുന്നു ഇന്ത്യയുടെ കോച്ച്. രാഹുൽ ദ്രാവിഡിനെ സംബന്ധിച്ചിടത്തോളം അർഹിച്ചൊരു വിടവാങ്ങലാണ്. നമുക്കറിയാം ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിലും കഴിഞ്ഞ വർഷം ഏകദിന ലോകകപ്പിൻ്റെ ഫൈനലിലുമൊക്കെ ഇന്ത്യക്ക് പരാജയപ്പെടേണ്ടി വന്നു. പക്ഷേ വിജയത്തിൻ്റെ നെറുകയ്ക്ക് തൊട്ടരുകെ വരെ എത്തിയിട്ട് വീണു പോകുന്നൊരവസ്ഥയായിരുന്നു. പക്ഷേ രാഹുൽ ദ്രാവിഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഉജ്ജ്വലമായിട്ടുള്ളൊരു യാത്രയപ്പ് അദ്ദേഹത്തിന് 2020 വേൾഡ് കപ്പ് നേടുന്നതിലൂടെ നൽകുവാൻ ഇന്ത്യൻ ടീമിന് സാധിച്ചു. ഇനിയിപ്പം ഗൗതം ഗംഭീറിൻ്റെ സമയമാണ്. നമുക്കറിയാം ഗൗതം ഗംഭീർ ഈ കഴിഞ്ഞ IPL കൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ മെൻറ്ററായിരുന്നു. ഒരു മെൻറ്റർ എന്നുള്ള നിലയിൽ കൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് IPL ചാമ്പ്യന്മാരാക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ സുപ്രധാനമാണ്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണാലിറ്റി, വളരെ അഗ്രസീവായിട്ടുള്ളൊരു സ്വഭാവമാണ് അദ്ദേഹം പലപ്പോഴും പ്രകടിപ്പിക്കുന്നതെങ്കിൽ പോലും സ്വന്തം ടീമംഗങ്ങളെ പ്രചോദിപ്പിക്കുന്നതിലും അവരിലെ മനോവീര്യം ഉണർത്തുന്നതിലുമെല്ലാം അദ്ദേഹത്തിന് പ്രത്യേകതരമായിട്ടുള്ളൊരു കഴിവുണ്ട്. അതുപോലെ ഒരു വളരെ ശക്തമായിട്ടുള്ള ലീഡർഷിപ്പ് സ്കില്ലുള്ള ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരാളാണ് ഗൗതം ഗംഭീർ. പക്ഷെ അപ്പോഴും ടീമിലെ സീനിയർ താരങ്ങളുമായിട്ടൊക്കെ എത്രമാത്രം അദ്ദേഹത്തിന് ഇഴുകിച്ചേരാൻ പറ്റുമെന്നുള്ളതൊക്കെ ഒരു ചോദ്യമാണ്. അപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു വലിയ വിജയമാണ്. പക്ഷേ ഇനിയും അവിടെ വരുന്ന വർഷം ചാമ്പ്യൻസ് ട്രോഫി വരുന്നുണ്ട്. പിന്നെ വീണ്ടും 2020 വേൾഡ് കപ്പ്. നമുക്കറിയാം രോഹിത്തും വിരാടും എല്ലാം വിരമിച്ചതിന് ശേഷം, ജഡേജയും ഒക്കെ വിരമിച്ചതിന് ശേഷം പുതിയൊരു ടീം രൂപപ്പെട്ടു വരികയാണ്. ഈ ഒരു അവസരത്തിലെല്ലാം ഇനി വരുന്ന പ്രധാനപ്പെട്ട ടൂർണമെൻറ്റുകളിൽ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനൽ അടുത്ത കൊല്ലം വരുന്നുണ്ട്. അപ്പോൾ ഇതിലെല്ലാം ഇന്ത്യയെ കൂടുതൽ വിജയത്തിലേക്ക് നയിക്കുവാൻ ഗൗതം ഗംഭീറിന് സാധിക്കും. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ പ്രചോദനാത്മകമായിട്ടുള്ള കോച്ചിങ് മെൻറ്ററിങ് സ്കിൽസിനുമെല്ലാം സാധിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇനി കായിക ലോകത്തു നിന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, നമുക്കറിയാം വിംബിൾഡൺ ചാമ്പ്യൻഷിപ്പ് നടക്കുകയാണ്. ടെന്നീസിനെ സംബന്ധിച്ചിടത്തോളം 4 ഗ്രാൻഡ് സ്ലാമുകളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ് വിംബിൾഡൺ. ഈ വിംബിൾഡണിൽ വനിതാ വിഭാഗം ഫൈനൽ കഴിഞ്ഞ ദിവസമാണ് നടന്നത്. ഫൈനലിൽ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ബാർബറ ക്രജിക്കോവ വിംബിൾഡൺ ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗം ജേതാവായി. ആവേശകരമായിട്ടുള്ള ഫൈനലിൽ ഇറ്റലിയുടെ ജാസ്മിൻ പാവോലിനെ 3 സെറ്റ് നീണ്ട പോരാട്ടത്തിലാണ് ബാർബറ ക്രജിക്കോവ പരാജയപ്പെടുത്തിയത്. ബാർബറ ക്രജിക്കോവയെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കിരീട വിജയമാണ്. 2021 റോളൻ ഗാരോസിൽ ഫ്രഞ്ച് ഓപ്പണിൽ അവർ മുത്തമിട്ടിരുന്നു. അതുപോലെ ഇത് അവരുടെ രണ്ടാമത്തെ ഗ്രാൻഡ് സ്ലാമാണ്. ഇതുകൂടാതെ ഡബിൾസിൽ പങ്കാളിയായിട്ടുള്ള സിനിയാക്കാവയോടൊപ്പം ഒരുപാട് ഗ്രാൻഡ് സ്ലാം വിജയങ്ങൾ, 8ഓളം ഡബിൾസ് വിജയങ്ങൾ, വനിതാ ഡബിൾസ് വിജയങ്ങൾ അവർക്കുണ്ട് ഗ്രാൻഡ് സ്ലാമിലായിട്ട്. അതുപോലെ ഒളിമ്പിക്സ് മെഡൽ ജേതാവ് കൂടിയാണ് ബാർബറ ക്രജിക്കോവയെ സംബന്ധിച്ചിടത്തോളം വളരെ അവിസ്മരണീയമായിട്ടുള്ളൊരു വിജയമാണിത്. അവർ ഗ്രാസ് കോർട്ടിൽ വിംബിൾഡണിൽ ജേതാവാകുന്നതിലൂടെ ക്ലേ കോർട്ടിൽ മാത്രമല്ല പുതിയൊരു സർഫസിൽ കൂടെ വിജയിക്കാൻ തനിക്കാകുമെന്ന് അവർ തെളിയിച്ചിരിക്കുകയാണ്. അതുപോലെ പുരുഷന്മാരുടെ ഫൈനൽ അത് 14-ാം തീയതി രാത്രിയിൽ അരങ്ങേറുകയാണ്. അത് കഴിഞ്ഞ വർഷത്തെ ഫൈനലിൻ്റെ തനിയാവർത്തനം എന്ന വണ്ണം കാർലോസ് അൽക്കരാസും നൊവാക് ജോക്കോവിച്ചും തമ്മിലുള്ള അത്യുജ്വലമായിട്ടുള്ളൊരു പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. നമുക്കറിയാം ഇത് ജയിക്കുകയാണെങ്കിൽ നൊവാക് ജോക്കോവിച്ചിനെ സംബന്ധിച്ചിടത്തോളം മാർഗരറ്റ് കോർട്ടിന് 24 ഗ്രാൻഡ് സ്ലാമുകൾ എന്നുള്ള റെക്കോർഡ് മറികടന്നുകൊണ്ട് 25ാമത്തെ ഗ്രാൻഡ് സ്ലാമിലേക്ക് എത്തി ടെന്നീസ് ചരിത്രത്തിൽ പുതിയൊരു ഇതിഹാസം കുറിക്കുവാൻ നൊവാക് ജോക്കോവിച്ചിന് സാധിക്കും. അതുപോലെ തന്നെ കാർലോസ് അൽക്കരാസിനെ സംബന്ധിച്ചിടത്തോളം അത് ഈ കഴിഞ്ഞ ഫ്രഞ്ച് ഓപ്പൺ അദ്ദേഹം നേടി. ഈ വിംബിൾഡണും കൂടെ നേടുകയാണെങ്കിൽ ഒരേ വർഷം ഫ്രഞ്ച് ഓപ്പണും വിംബിൾഡണും നേടുന്ന 6 താരങ്ങളിൽ ഒരാളായിട്ട് അദ്ദേഹവും ചരിത്രത്തിൽ ഇടം പിടിക്കും. ഒരു 21 വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. സെമി ഫൈനലിൽ ഡാനിയൽ മെദ്വദേവിനെ 4 സെറ്റ് നീണ്ട പോരാട്ടത്തിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അൽക്കാരസ് ഫൈനലിലേക്ക് എത്തുന്നത്. അതുപോലെ ലോറൻസോ മുസറ്റിയിൽ ഇറ്റലിയുടെ ഉദിച്ചുയർന്ന താരമായിട്ടുള്ള ക്ലാസിക്കൽ ടെന്നീസിൻ്റെ പുതിയ ചരിത്രം കുറിച്ചുകൊണ്ട് നമുക്കറിയാം റോജർ ഫെഡററിൻ്റെ ഒക്കെ ഒരു ശൈലി അനുകരിക്കുന്ന ലോറൻസോ മുസറ്റിയെ അനായാസേന പരാജയപ്പെടുത്തിക്കൊണ്ടാണ് നൊവാക് ജോക്കോവിച്ച് ഫൈനലിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മുട്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വെറും 35 ദിവസമേ ആയിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹം കാണിക്കുന്നൊരു പോരാട്ട വീര്യം എല്ലാവരെയും പ്രചോദിപ്പിക്കുന്നതാണ്. നമുക്ക് ഈ ആവേശകരമായിട്ടുള്ള ഫൈനലിൻ്റെ റിസൾട്ടുമൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത ആഴ്ച അക്ഷരം വീക്കിലി അപ്ഡേറ്റ്സിൽ കാണാം. അതുവരെ വിട. നന്ദി.